ഹലോ ഗൈസ്, അങ്ങനെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത. എയർടെലും ജിയോയും 5G വന്നിരിക്കുന്ന ഈ ഒരു 5G കാലഘട്ടത്ത് ഒരു കമ്പനിയും കൂടെ വരുവാണ്. അങ്ങനെ ആരാധകർക്ക് ആഘോഷിക്കാനായിട്ട് കാര്യമുണ്ട്. 5G വന്നിരിക്കുകയാണ് യുടെ. ഇത് കൊച്ചിയിൽ മാത്രമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. കൊച്ചിയിൽ കാക്കനാടും പാരിപ്പള്ളിയിലുമാണ് ഓൾറെഡി അവർ ലോഞ്ച് ചെയ്ത 2 സ്ഥലങ്ങൾ. ബാക്കി ടവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തൊക്കെ പലർക്കും കെട്ടിത്തുടങ്ങിയിട്ടുണ്ട്. യൂസ് ചെയ്യുന്നവർക്ക് 5Gയുടെ സിഗ്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്ലാനുകളൊന്നും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ 5Gയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റാൻഡ് അലോൺ 5G ആയിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. ഇപ്പോൾ അവർ കൊണ്ടുവന്നേക്കുന്ന നോൺ സ്റ്റാൻഡ് അലോൺ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു 4G സ്പെക്ട്രം ഉണ്ടല്ലോ, ആ സ്പെക്ട്രത്തിലോട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് 5G കൊണ്ടുവരുന്നതാണ് ഈ നോൺ സ്റ്റാൻഡ് അലോൺ 5G. ഇത് ഈ സ്റ്റാൻഡ് അലോൺ 5G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5Gക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ടവർ, അതിനകത്ത് സെപ്പറേറ്റ് 5G സ്പെക്ട്രം ഒക്കെ വെക്കുന്നതാണ് സ്റ്റാൻഡ് അലോൺ 5G. ശരിക്കും അത് കൊണ്ടുവന്നത് റെവല്യൂഷൻ ആയേനെ. കാരണം ഓൾറെഡി ജിയോ എയർടെലും നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്പീഡ് നമുക്ക് കിട്ടുന്ന ജിയോയ്ക്കാണ്. ജിയോ കഴിഞ്ഞാൽ തൊട്ട് എയർടെലാണ് വരുന്നത്. അവർ തമ്മിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. 1800 MB/s വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മത്സരിക്കാൻ വരുമ്പോൾ അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എനിക്ക് തോന്നി. കാരണം സ്റ്റാൻഡ് അലോൺ ആയിരുന്നെങ്കിൽ ഒരു റെവല്യൂഷൻ ആയിട്ട് മാറി. ഇത്രയും താമസിച്ചുകൊണ്ട് അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നോൺ സ്റ്റാൻഡ് അലോൺ 5G ആണ്. ഈ BSNLന്റെ കാര്യം അറിയാമല്ലോ, 5G സിം ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്നത്തേക്ക് പണ്ട് 4G സിം തന്നിട്ട് 3G തന്നുകൊണ്ടിരുന്ന കമ്പനിയാണ്. ഇനി 4G തന്നിട്ട് 5G സിം ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അറിയാലോ, അവർ താമസിക്കുക ഓൾമോസ്റ്റ് അടുത്ത വർഷത്തോടു കൂടി BSNLും 5G യുഗത്തിലേക്ക് വരുവാണ്. നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വർഷം വരുമെന്ന്. 2025 അവസാനത്തോടു കൂടി എന്തായാലും 5G വരുമെന്നാണ് BSNL പറയുന്നത്. എന്തായാലും വന്നേക്കും. അത് പ്രൈവറ്റ് കമ്പനിയാണ്. കുറച്ചുകൂടി ഇനി എല്ലായിടത്തും 100 ടവേഴ്സിനെ അവർ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ 5G എല്ലായിടത്തും വരട്ടെ. അങ്ങനെ യുടെ നല്ല കുറേ പ്ലാൻസുകൾ ഇനി ഇറക്കി അവർ ഞെട്ടിച്ചാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി അവർക്ക് കിടക്കുന്ന പ്ലാനുകളിൽ 5G കൊച്ചിയിലുള്ളവർക്കൊക്കെ സിഗ്നൽ കിട്ടി തുടങ്ങിയെങ്കിലും പ്ലാനുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ കോൾ ചെയ്യുമ്പോഴും ഇനി 5G VoLTE വരട്ടെ. അതോടൊക്കെ വരുമ്പോൾ പ്ലാനിലൊരു ഞെട്ടിച്ച് കഴിഞ്ഞാൽ 5Gയിൽ ഒരു നല്ലൊരു പ്ലാൻ, അൺലിമിറ്റഡ് പ്ലാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നിലവിൽ രണ്ടുപേരും ജിയോ എയർടെലൊക്കെ നല്ല രീതിയിൽ പൈസ മേടിക്കുന്നുണ്ട്. പഴയ പ്ലാനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മാസത്തേക്കൊക്കെ നല്ല രീതിയിലാണ്. 28 ദിവസത്തേക്ക് 359 രൂപയോളം കൊടുക്കണം. അൺലിമിറ്റഡ് 5G വേണമെങ്കിൽ തന്നെ ഒരു മാസം തികച്ച് കിട്ടുന്നില്ല. അത് വേറൊരു കാര്യം. സ്പെക്ട്രം കൊണ്ടുവരുമ്പോൾ അതിന്റെ സ്പീഡ് 3.5 GHz സ്പെക്ട്രമാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും എയർടെലിനെക്കാട്ടിലൊക്കെ താന്ന് നിൽക്കും എന്നല്ലാതെ ഇതിൻ്റെ മണ്ടയ്ക്ക് പോകാൻ അവർക്ക് പ്ലാനുകളിലും ഇനി കുറച്ചുകൂടി ടവേഴ്സൊക്കെ വെച്ച് ഒരു 1 GB/s സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അവർ കയറി വരും. കാരണം ഇപ്പോൾ ഏറ്റവും 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പക്ഷെ 3-ാം സ്ഥാനത്തിനെക്കാട്ടിലും ഇപ്പം ഫസ്റ്റ് നിൽക്കുന്നത് ഇപ്പോൾ BSNL ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരിക്കാരുടെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ BSNLോട്ടാണ് മാറിയിരിക്കുന്നത്. സെക്കൻഡാണ് ജിയോ കിടക്കുന്നത്, തേർഡ് എയർടെൽ, അങ്ങനെ ഫോർത്താണ് കിടക്കുന്നത്. ക്ക് വളരെ കുറവ് ആൾക്കാരേ ഉള്ളൂ. കാരണം മാക്സിമം ആൾക്കാരും ഇത് ബാക്കി 3 സിം ബ്രാൻഡിലോട്ട് മാറിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇനി നല്ലൊരു പ്ലാൻസ് ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ടോപ്പിൽ എത്താൻ സാധിക്കും. കാരണം ഓൾറെഡി അവരിൽ 5G വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞ ഒരു സ്റ്റാൻഡ് അലോൺ 5Gയും കൂടെ ആക്കിയിരുന്നെങ്കിൽ അവർ വൺ ഓഫ് ദി ബെസ്റ്റ് ആയി മാറിയേനെ. അതൊരു റെവല്യൂഷൻ ചെയ്യായിരുന്നു. BSNLിന് ഇനി ഒരു സ്കോപ്പ് ഉണ്ട്. ആ സ്കോപ്പിൽ BSNL ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തിനുള്ളിലാണ്, അടുത്ത വർഷത്തിലോ ഇറക്കിയാൽ കുറച്ചുകൂടെ സ്പീഡ് കിട്ടും. കാരണം പിന്നെ യുടെ ഇപ്പോൾ അൺലിമിറ്റഡ് ഡേറ്റ കൊടുത്തിട്ടുണ്ട്. അവർ രാത്രി 12 മണി തൊട്ട് രാവിലെ 6 മണി വരെ. ആ സമയത്ത് ആരും യൂസ് ചെയ്യുന്ന എനിക്കറിയത്തില്ല. പക്ഷെ അതൊരു നല്ല ടൈമിംഗ് ആയിട്ട് തോന്നുന്നില്ല. വൈകിട്ട് ഒരു 6 മണി തൊട്ട് കൊടുക്കാമായിരുന്നു അവർക്ക്. വെളുപ്പിനെ 12 മണി തൊട്ട് 6 മണി വരെ ഒരു അൺലിമിറ്റഡ് ഡേറ്റ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇനി 5G വരുമ്പോഴെങ്കിലും അതൊരു മാറ്റം കൊടുത്താൽ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയൊക്കെയുള്ളൂ പറയാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.